രാമായണ മാസം നമ്മൾ നന്നായിട്ട് കൊണ്ടാടി അല്ലേ? ഉത്സവം പോലെ നമ്മൾ കൊണ്ടാടി. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഉത്സരതി ഇതി ഉത്സവാഹ, നമ്മളെ ഉത്സാഹത്തോടു കൂടി ഉത്തേജിപ്പിക്കുന്നത്, അതാണ് ഉത്സവം. നമ്മളെല്ലാവർക്കും ഒരു കുറച്ചുപേർക്ക് പലർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാനിവിടുന്ന് പോയപ്പോഴാണെങ്കിലും പല സമയത്തും വൈകുന്നേരമൊക്കെ മനസ്സുകൊണ്ട് ഇവിടെയായിരുന്നു. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ ചില സമയങ്ങളിൽ ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും ആ ഒരു ഉത്സാഹം എല്ലാവരിലും ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ പലരും എല്ലാ ദിവസവും പങ്കെടുത്തവരുണ്ട് അല്ലേ? ആരൊക്കെയാണ് കൈവക്കി? മുടങ്ങാതെ എല്ലാ ദിവസവും വന്നവർ എന്നില്ല. അത് ഹെഗ്ഡേ നഗർ കൂട്ടണ്ട, ഹെഗ്ഡേ നഗർ കൂട്ടണ്ട, കാരണം അതൊരു ഭജനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. അവർക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ് നമുക്ക് കൊടുക്കാം. അങ്ങനെ ചെറിയ ക്ലാപ്പ് വേണ്ട, നമുക്ക് സ്കൗട്ട് ക്ലാപ്പ് കൊടുക്കാം. 1 2 1 2 3 1 2 1 2 ഇനി പവർ ഇങ്ങനെ കൈ അങ്ങ് പൊങ്ങും, ഇങ്ങനെ അങ്ങ് പൊങ്ങിയിട്ട് താഴെ വരണം. അതിന്റെ കൂടെ ഒരു ഒച്ചയും കൂടി എല്ലാരും. നാട്ടിലൊക്കെ നടക്കുന്നതെല്ലാം നമുക്ക്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക, ആ ഒരു ഉത്സുകരാകുക അല്ലെങ്കിൽ നമ്മളിൽ ഒരു വിവേചന ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം ആവശ്യമാണ്. ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദുക്കളെയും എല്ലാം അടിച്ചോടിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെയിം ആ ഒരു ഗതികേടാണ് ഹൈന്ദവർക്ക് ഇന്ന് ബംഗ്ലാദേശിൽ അവര് അഭിമുഖീകരിക്കുന്നത് അല്ലേ? അവിടുത്തെ ക്ഷേത്രങ്ങളും ഒരു കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിനുണ്ടായിരുന്ന ആ ഒരു പോപ്പുലേഷൻ ഇന്ന് കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പാകിസ്ഥാനിലാണെങ്കിലും അവിടുത്തെ മൈനോറിറ്റീസ് എത്രമാത്രം യാതനകൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോ സനാതന ധർമ്മത്തിനെ രക്ഷിക്കുവാനായിട്ട് ആരാണുള്ളത്? ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ആരൊക്കെയാണ് ഇതിനെതിരായിട്ട്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് വേണ്ടി, ഹിന്ദു സംഘടനകൾക്ക് വേണ്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒച്ച ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരു ആന്തോളനം നടത്തുക, അല്ലെങ്കിൽ ഒരു റാലി നടത്തുക? മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അവരുടെ ക്ഷേത്രങ്ങൾക്കോ അവരുടെ ഒരാളുകൾക്കോ അവരുടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല പാർട്ടികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ ഉച്ചവയ്ക്കുന്നുണ്ട്. അതിൽ തെറ്റല്ല, അവർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുക, എല്ലാത്തിനെയും ഉൾക്കൊള്ളുക, ആരെയും തിരസ്കരിക്കാതെ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭാരതീയ സംസ്കാരമാണ്. പക്ഷെ ഒരു കൈ അടിച്ചത് കൊണ്ട് മാത്രം ഒച്ച ഉണ്ടാവില്ല, 2 കൈ അടിക്കണം. അപ്പൊ ആ ഒരു പരസ്പര പൂരകം, അല്ലെങ്കിൽ നാനാത്വത്തിലുള്ള ഏകത്വം, അതുപോലെ തന്നെ ആ വസുദൈവ കുടുംബകം എന്ന സങ്കല്പം നമ്മൾ മാത്രം അനുഷ്ഠിച്ചത് കൊണ്ട് നടക്കില്ല. അപ്പൊ എല്ലാവരിലും ആ ഒരു സർവധർമ്മ സമന്വയം എല്ലാവരിലും ഉണ്ടാവണം അല്ലെ? അതില്ലാതെ വരുമ്പോ നമ്മുടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന ഇതുപോലുള്ള രാമായണ പാഠങ്ങളാണെങ്കിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ആരുടെയെങ്കിലും ഒരു വീട്ടില് ഭജന വെക്കുക, സത്സംഗം വെക്കുക. എല്ലാം ഇപ്പോ മലയാളികള് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ മലയാളികളെങ്കിലും നമ്മൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഭജന പോലുള്ള പ്രോഗ്രാംസ് നമ്മൾ വീടുകളിൽ വെക്കുക.
ഓരോരോ അവസരങ്ങൾ അതിനുവേണ്ടി നമുക്ക് ചുമ്മാ വെറുതെ ബർത്ത്ഡേ സമയം കുറെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുക, എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ആശീർവാദമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് ആ ഒരു ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രം ഭാരതീയ സംസ്കാരത്തിന്റെ ഉന്നമനം എന്ന് പറയുന്ന എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ്. എല്ലാ മതക്കാർക്കും ശാന്തമായിട്ട് സന്തോഷത്തോടുകൂടി താമസിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. പക്ഷെ ഇത് നമ്മൾ ഒരുമിച്ച് ഒരാളായിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലേ? നമ്മള് എല്ലാവരും ഒത്തൊരുമിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഒത്തൊരുമിച്ചെങ്കിൽ കൂടിയും ആരുടെയെങ്കിലും ഒരു ഉപദേശം, അവരുടെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോഴാണ് ഒരു സംഘടനയുടെ ആവശ്യം വരുന്നത്, അല്ലെ? സംഘടന ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സ്വാമി വിവേകാനന്ദർക്ക് അമേരിക്കയിൽ പോയ സമയത്താണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു സംഘടനാത്മകമായിട്ടുള്ള ജീവിത രീതിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒന്നാണെന്ന് കാണുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് സംഘടനാത്മകമായിട്ടുള്ള ഒരു സംഘടനയുടെ അണ്ടറിൽ നമ്മൾ നമ്മുടെ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ആ സമയത്ത് ഒരു സംഘടനയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള പല പല ആശയങ്ങൾ ഉണ്ടാവാം, വ്യക്തിപരമായിട്ടുള്ള പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ഉണ്ടാവും. നമ്മൾ പറയുന്നത് തന്നെ നടക്കണമെന്നില്ല. നമ്മൾ സംഘടനയുടെ ആദർശത്തിന് വേണ്ടി സംഘടനയുടെ ആ ഒരു ഹയർ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ ആദർശത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സംഘടനയുടെ വക്താക്കളായി ഒരു അംഗമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പലരും അങ്ങനെ വന്നു പോകുന്നവരുണ്ടാവാം. കാരണം ഞാൻ പറയുന്നതാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ നടക്കണം എന്നൊക്കെയുള്ള ചില പിടിവാശി നമ്മുടെ ഹിന്ദുക്കളിൽ കൂടുതലുണ്ട്. അങ്ങനെ പിടിവാശി പെടുമ്പോഴാണ് അവർക്ക് വെളിയിൽ പോകേണ്ടത്, അല്ലെങ്കിൽ ഐ ആം സംതിങ് ഡിഫറെന്റ്, അല്ലെങ്കിൽ അവർ തന്നെ ഒരു സംഘടനയായി മാറുന്നത്. പക്ഷെ വീണ്ടും അവർ തിരിച്ചു തന്നെ വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ധ്യേയം, ഒരു എന്താ പറയുക, ഹയർ ഒരു ഗോൾ, ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ ഉന്നമനം നടക്കുകയുള്ളൂ. എല്ലാ ജാതി സംഘടനകളും നല്ലതാണ്, ഒന്നും തെറ്റാണെന്ന് പറയുന്നില്ല, അതെല്ലാം വേണം. പക്ഷെ നമ്മൾ ജാതീയമായിട്ട് വിഘടിപ്പിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും വലിയ തിന്മയും കൂടെ, അല്ലേ? ഞാൻ നായരാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ അതാണ്, ഞാൻ നമ്പൂതിരിയാണ്. ഈ വ്യത്യാസങ്ങൾ നമ്മൾ വേണോ? അത് ആവശ്യമാണ്, ഒരു വിവാഹത്തിനും മറ്റു വിവാഹത്തിനും ആവശ്യമാണ്. പക്ഷെ ഇതിനുപരിയായിട്ട് നമ്മൾ ഹിന്ദുവാണ്, നമ്മളെല്ലാവരും ഹിന്ദുവാണ്. നമ്മുടെ ഹിന്ദു സമൂഹം, അതിന്റെ ഉന്നമനം, അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യണ്ടേ? അപ്പൊ അതാണ് ഏറ്റവും വലുത്. മറ്റു ജാതീയപരമായിട്ടുള്ള ഭിന്നിച്ച് നിൽക്കുന്നതാണോ ഏറ്റവും വലുത്? നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പോ നമ്മളെല്ലാം ഹിന്ദുവാണ് എന്ന് നമ്മൾ അഹങ്കാരത്തോടുകൂടി ചന്ദനം ഇട്ടുകൊണ്ട് ഈ നമ്മുടെ സ്ട്രീറ്റുകളിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സംഘടനയുണ്ട്, അല്ലെ? ഈ ക്ഷേത്രങ്ങളെല്ലാം ഉദ്ധാരണം ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ടുള്ള സംഘടനകളുണ്ട്. ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എത്രയോ ജീവിതം തന്നെ അതിനുവേണ്ടി ഉൾത്തെരിഞ്ഞു കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ വിവാഹമേ വേണ്ട, അല്ലെങ്കിൽ കുടുംബജീവിതമേ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രചാരകന്മാരായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ പുണ്യഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഹിന്ദുക്കളായി ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ പണ്ടേ നമ്മളെ സത്യനാശം അല്ലെങ്കിൽ പല കാഴ്ച ബംഗ്ലാവുകളിൽ കാണേണ്ട അവസരം വന്നേനെ. നമ്മളെ പൂത്തെറിഞ്ഞേനെ. ഈ കാണുന്ന സെക്യുലർ ആൾക്കാർ ആരും നമുക്ക് രക്ഷയ്ക്ക് ഉണ്ടാവില്ല ഇന്ന് കാണുന്നത്. ഇതുപോലുള്ള പല ഹൈന്ദവ സംഘടനകൾ ജാതീയമായ ചിന്തകൾക്ക് അതീതമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മം, ഇൻഡസ് വാലി അല്ലെങ്കിൽ സിന്ധു നാഗരിക സംസ്കാരം, ഈ പല സംസ്കാരങ്ങൾ 5 സംസ്കാരങ്ങളായിരുന്നു. ഇപ്പോ എന്താ പറയുന്ന ഗ്രീക്ക് അല്ലെങ്കിൽ ഗൂണ അല്ലെങ്കിൽ പല പല ബാബിലോണിയൻ, ഈ 5 സംസ്കാരങ്ങളിൽ ഭാരതീയ സംസ്കാരം മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ. മറ്റെല്ലാ സംസ്കാരങ്ങളും മറ്റു പല
വൈദേശികമായിട്ടുള്ള പുതിയ പുതിയ സംസ്കാര അല്ലെങ്കിൽ ജീവിത രീതികൾ വന്ന് അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് മാറ്റിക്കളഞ്ഞു. പക്ഷെ ഭാരതത്തിൽ നോക്കൂ, 500ഓളം വർഷം ബ്രിട്ടീഷുകാര്, 1500ഓളം വർഷം അല്ലെങ്കിൽ 1000ഓളം വർഷം മുഗൾ ഇവരെല്ലാം നമ്മളെല്ലാം മതപരിവർത്തനം നടത്താനായിട്ട് ശ്രമിച്ചു. പലരും പറയാറുണ്ട് അവർ ശ്രമിച്ചിരുന്നെങ്കിൽ പണ്ടേ നമ്മളെല്ലാം മതപരിവർത്തനം ചെയ്തേനെന്ന്. പക്ഷേ അവർ എത്രമാത്രം ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു സംഗതിയാണ് നമ്മളെ മതപരിവർത്തനം നടത്താൻ. പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുന്ന 9ാമത്തെ സിഖ് ഗുരു, അതായത് ഗുരു ഗോവിന്ദ് സിംഗിന്റെ മകനെ ഫത്തേപൂർ സിക്രിയല്ല, ഫത്തേർ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ മോന്റെ പേര്. 2 മക്കള് പഞ്ചാബിൽ ഇപ്പോഴും ആ ഒരു ഗുരുദ്വാരയുണ്ട്. ഒരു മോനെ തിളയ്ക്കുന്ന എണ്ണയിൽ തിളപ്പിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ ഒരു മോനെ ഈ ഭിത്തിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഈ ഇഷ്ടികകൾ കൊണ്ട് കെട്ടി, ആ ഇഷ്ടികകൾ കൊണ്ട് കെട്ടിയിരിക്കുന്ന ആ സ്ഥലം ഇപ്പോഴും ഉണ്ട് അവിടെ, ആ ഒരു ഗുരുദ്വാരം. ആ മക്കളെയും അല്ലെങ്കിൽ ആ ഒരു സമുദായം, ആ ഒരു സിഖ് സമുദായത്തെ മുഴുവൻ ഈ എണ്ണയിൽ വറുത്തെടുത്തു എന്ന് പറയാം. അതുപോലെ അവരെ കൺവേർട്ട് ചെയ്യാനിട്ടും എന്താ പറയുന്ന ഗുരു ഗോവിന്ദ് സിംഗിനോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല. മക്കളോട് പറഞ്ഞു, ചെറിയ കുട്ടികളായിരുന്നു, അവരും കൺവേർട്ട് ചെയ്യാനായിട്ട് തയ്യാറല്ല. പക്ഷെ ഞാൻ ബലി കൊടുക്കാനായിട്ട് തയ്യാറാണ്, ഞാൻ മരിക്കാം, പക്ഷെ എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കള് ഇന്നത്തെ കാലഘട്ടം എന്താണ്? ഒരു എന്താ പറയുന്നത്, ഒരു ബ്ലാങ്കറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു 10 കിലോ അരിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ടും നമ്മൾ അതിലേക്ക് പോയി. നമ്മൾ എന്തുകൊണ്ടാണ്? നമ്മുടെ സംസ്കാരത്തെ കൊണ്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആണുങ്ങള് ഒരു ബൈക്കിൽ വരുന്നതോ അല്ലെങ്കിൽ കുറെ വെളുത്ത നിറം കണ്ടിട്ടോ അല്ലെങ്കിൽ ഷോപ്പിംഗ് കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ മാൾ മാഫിയ എല്ലാം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജിഹാദൊക്കെ നടക്കുന്ന സമയമാണ്. ഈ പല മാളുകളിലൊക്കെ നടക്കുന്നതെല്ലാം ഇത് തന്നെയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം ഇതിലേക്ക് മാറിപ്പോകുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ സംസ്കാരത്തിൽ എന്തിനാണ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, പരിഹാരം കാണേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു സംഘടനാത്മകമായിട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള സമന്വയ പോലുള്ള ഒരു സംഘടന ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണം മാനനീയ പരമേശ്വരൻജി എന്ന മഹാ വ്യക്തി സ്വന്തം പഠനത്തിന് ശേഷം സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം അർപ്പിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഒരു പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തെ പോലുള്ള വലിയ എന്താ പറയുന്ന ആ ഒരു മഹത് വ്യക്തികൾ തുടങ്ങി വെച്ച ഒരു സംഘടനയാണ് സമന്വയ എന്ന് പറയുന്ന ഈ സംഘടന. അപ്പൊ ഈ സംഘടനയുടെ ബാംഗ്ലൂരിലെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു വയനാട്ടിലുള്ള ഈ ദുരന്തം ഉണ്ടായ സമയത്താണെങ്കിലും എല്ലാവരും ജാഗ്രതമായിട്ട് എത്രമാത്രം ട്രക്ക് കണക്കിനുള്ള സാധനങ്ങൾ അയക്കാനായിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോ നമ്മളെ സമൂഹത്തെ, അത് നമ്മുടെ ഹിന്ദുക്കളെ മാത്രം സഹായിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, എല്ലാവരെയും സഹായിക്കണം എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടിയാണ് നമ്മൾ സമന്വയ പോലുള്ള സംഘടനകൾ വർക്ക് ചെയ്യുന്നത്. അതിൽ എല്ലാവരും ചേരാം. അതിലൊരു എന്താ പറയുന്ന ആ ഒരു പാർഷ്യാലിറ്റി ഒന്നും കാണിക്കുന്നില്ല അല്ലേ. അപ്പോ അത് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഒരിക്കലും മറ്റൊരു മതത്തെക്കുറിച്ച് തിന്മ പറയാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു മതത്തിനെ കുറിച്ചുള്ള തെറ്റായുള്ള സംഭാഷണങ്ങൾ നടത്താനായിട്ടുള്ള ഒന്നുപോലൊരു ഒരു ഒത്തുചേരലല്ല നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മളെ മനസ്സിലാക്കുക, നമ്മളുടെ എന്താ പറയുന്ന സത്ത അല്ലെങ്കിൽ ആ ഒരു മൂല്യത്തെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്നത് മാത്രമാണ്. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞാല് കൺവേർട്ടിങ് ഹിന്ദുസ് ബാക്ക് ടു ഹിന്ദുയിസം, ഹിന്ദുക്കളെ നല്ല ഹിന്ദുക്കളാക്കി മാറ്റിയെടുക്കുക, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ. അപ്പൊ അതിന് ഒരു ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനം ഉണ്ടാവണം. നമ്മുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതികൾ പലതും ഉണ്ടാവാം, പലർക്കും ആ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസസ് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ വളരെ ചെറിയൊരു പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട ഒരു സംഘടന, അത് സംഘടനയിൽ കൂടി മാത്രമേ നടത്തുകയുള്ളൂ. നമ്മൾ ഇന്ന് കിടന്ന ക്ഷേത്രങ്ങളെല്ലാം നോക്കിക്കോളൂ, ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെയുള്ള ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രങ്ങളും ഇന്നില്ല. എല്ലാം പൂജ, ഈ ഒരു പൂജ കഴിഞ്ഞിട്ട് മറ്റൊരു പൂജ, ഈ മറ്റൊരു പൂജ കഴിഞ്ഞിട്ട് മറ്റൊരു പൂജ. ഈ പൂജകളെ നടത്തിയതുകൊണ്ട് മാത്രം ഹിന്ദു സമൂഹം വളരില്ല.
നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നറിയില്ല എനിക്ക്. ഈ പൂജകൾ നമ്മൾ ഓരോരോ പൂജകൾ ഇങ്ങനെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഭക്തിയോഗികളാക്കി മാറ്റാം. ഒരു ചെറിയ സഹജമാണ്. ആ ഭക്തിയോഗി ആയതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം പൂർണ്ണമാവില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുക്തിയാണ്. അത് ജ്ഞാനമാർഗത്തിൽ കൂടി മാത്രമേ കഴിയുള്ളൂ. അതിന് ഏറ്റവും നല്ലൊരു മാർഗം ഈ കർമ്മയോഗമാണ്. അപ്പോ എല്ലാ യോഗമാർഗങ്ങളും വേണ്ട ആവശ്യമാണ്. രാജയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും എല്ലാം വേണം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നമ്മുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, ആദർശപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും അത് മാറ്റിമറിച്ചുകൊണ്ട് ഈ അവസാന ഈ രാമായണ പാഠത്തിന്റെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള വളരെയധികം ആവശ്യമാണ്. നമ്മൾ ഒത്തൊരുമിച്ച് ഈ ഒരു സംഘടനയെ, ഈ കെമ്പാപ്പുര സ്ഥാനീയ സമിതിയെ, വിളഹങ്ക ഭാഗിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാം. നമുക്കറിയുന്ന കുറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരെ വിളിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പൊക്കെ നമുക്ക് നടത്താൻ പറ്റുമോ? ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ നടത്താൻ പറ്റുമോ? സംഘടന പറയുന്നില്ല നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി മാത്രമേ നടത്താൻ പറ്റുമോ എന്ന് പറയുന്നില്ല. ഏത് ആക്ടിവിറ്റി വേണമെങ്കിലും സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സനാതന ധർമ്മത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും നമുക്ക് നടത്താൻ കഴിയും. അതുകൊണ്ട് അതിന്റെ മെമ്പേഴ്സ് ആവുക, നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവുക. കുറച്ചുകൂടെ നമ്മൾ ഒരു 10 പേര് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം നടക്കാൻ കഴിയും അല്ലെ? എല്ലാവരും ഒത്തുചേർന്നിട്ട് നമുക്ക് അങ്ങനെ ഇപ്പോ കേരള സമാജത്തിൽ വർക്ക് ചെയ്ത ആനന്ദജിയുണ്ട്, അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പലത്തെ നല്ല കാര്യങ്ങളും ഈ ഇളഹങ്ക ഭാഗിൽ അല്ലെങ്കിൽ കെമ്പാപ്പുര ഏരിയയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്കും നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു വിചാരം നമ്മളിൽ വരും. നടത്താൻ കഴിയുമോ? അപ്പൊ അതൊക്കെ എല്ലാവരും ഒത്തുചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതിന്റെ സംഘടനയുടെ ഒരു അംഗമായിട്ട് അതോട് കൂടി ചേർന്നിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില സങ്കോചങ്ങളും അല്ലെ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ അതൊക്കെ കുറച്ചൊന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ഹിന്ദു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കുറച്ചൊക്കെ സമയം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്നിക്കാം എന്ന ഒരു സങ്കല്പം എടുത്തുകൊണ്ട് വേണം എന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഇനി വരുന്ന ഓണാഘോഷം ഇനി കൂടുതൽ പറയേണ്ട നിർത്തിക്കോളാനാണ്. നമ്മുടെ ഒത്തൊരുമയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണാഘോഷം ആദ്യമായിട്ട് ഇലാഖ ഭാഗത്തെ ഒത്തിരിയും ഉത്തരവാദിത്വത്തോടും ഇതും കൂടെ എല്ലാവരും കൂടി ചേർത്ത് കൂടുതലും സ്ഥാനീയ സമിതിയുടെ മാതൃസമിതിയാണ് കൂടുതൽ അറ്റാക്റ്റായിട്ട് വാർത്തയാക്കുന്നത്. അത്രയും നല്ല ഉന്നതത്തിലേക്ക് എത്തിച്ചത് എല്ലാവരും ചേർത്ത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റ കയ്യാലും ഒറ്റ ഇതിലാലെ ഒരു മനസ്സാലും നമ്മൾ ഇതെല്ലാവരും ചെയ്യണം. അതാണ് നമ്മുടെ സമിതിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പുരുഷ സമിതി എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അത് വളരെ ഇതായിട്ട് നടക്കും. ഇപ്പൊ നമ്മള് ഇവിടെ സമന്വയുടെ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാസരള്ളി ഭാഗത്താണ്. ദാസരള്ളി ഭാഗത്ത് പറഞ്ഞാൽ എല്ലാ ജാലള്ളി ദാസരള്ളി ഭാഗത്ത് അതിലൊരു 90% അമ്മമാരാണ്. അവർ ഈവൻ പിരിവിനടക്കം പോണതും ഇപ്പൊ ഓണാഘോഷം നടക്കുമ്പോഴോ ഒരു 10,000-2000 ആൾക്കാരുടെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോ ഒരു കാര്യത്തിൽ ഞങ്ങൾ പിന്നിട്ടിലല്ല എന്നുള്ള ഒരു ഇതിന് അവരെല്ലാ കാര്യത്തിലും വരും. ഇപ്പൊ ഇത് നമ്മളെ ഒരു ഉദാഹരണം പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മളിതേമാതിരി ഞാനും ചേച്ചിയും കൂടി പിന്നെ വേറെ 2-3 ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ രാമായണ പാരായണം സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആലോചന. അപ്പൊ ആര് വായിക്കും? ശരി രാമായണത്തിന്റെ പക്ഷെ കേൾക്കാൻ അറിയാന്നുള്ളത് വായിക്കാറില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നീട് മനസ്സിലായി പിന്നെ അമ്മ ഉണ്ടായിരുന്നു. അത് ഗീത ചേച്ചി അമ്മ അപ്പൊ എനിക്ക് അറിയുന്നില്ല. അപ്പൊ ശരി ഒരു കാര്യം ഏതായാലും തുടങ്ങി വെക്കാൻ നമുക്ക് പറഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം ഇവിടെ വെച്ചു ഞങ്ങളൊരു അത് രാജീവിനോട് പക്ഷെ അദ്ദേഹത്തിന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായ കാരണം അത് പറ്റിയില്ല. അപ്പൊ ഇവിടെ വെച്ചു അത് തുടങ്ങി. പിന്നെ അടുത്തത് എവിടെ വെക്കും അടുത്തത്? അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്റെ വീട്ടിൽ വെക്കാം. അങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു 3-4 വീട്ടില് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നമ്മളിത് ഏതായാലും തുടങ്ങി. അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് വളരെ ഗംഭീരമായിട്ട് ഇത് നടത്തണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് തിങ്കിങ്. അതായത് ഒരു 4 വീട്ടിൽ നടത്തിയല്ലോ സാരില്ല, നമുക്ക് തുടങ്ങിയല്ലോ, നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായി നടത്താം എന്നുള്ള ഒരു ഇതായി. അപ്പൊ അതിന് ശേഷം നമ്മൾ ഓണാഘോഷം നടത്താനുള്ള ഒരു കാരണമായി. അപ്പൊ ഓണാഘോഷം നടത്തിയപ്പോ എല്ലാരെയും പരിചയപ്പെട്ടു. 15 വർഷമായിട്ട് 15 മേലെ വർഷമായിട്ട് ഞാൻ ഈ ദാസരള്ളിയിൽ താമസിക്കുന്നത്.
പല ആൾക്കാർക്കും ഞാൻ ആദ്യമായിട്ട് കാണും. കാരണം ഞാൻ അയ്യപ്പനെ അമ്പലത്തിൽ പുറത്ത് അയ്യപ്പനെ നമസ്കാരം പറയുന്നത് ഞാൻ ഉള്ളിലേക്ക് വരില്ല. പക്ഷെ എന്നാൽ പോലും പ്രസാദ്ജി പറഞ്ഞ മാതിരി നമുക്ക് ചില പേഴ്സണൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്ക്. അത് നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അത് കാരണം ഒരാളോട് നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും, അഭിപ്രായ വ്യത്യാസം. ഈ കാര്യത്തിനല്ല നമ്മൾ ചെയ്യണം, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതില് നമ്മൾ കാര്യങ്ങൾ നടത്തി. അപ്പൊ കഴിഞ്ഞുള്ള ഓണാഘോഷം വളരെ ഗംഭീരമായി, അത് അത്ര ഗംഭീരമായി നടത്തുന്നത് ആരും വിചാരിച്ചിട്ടില്ല. എങ്ങനെ നടന്നു എന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് ഇതേമാതിരി ഇരിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാവരും കാഴ്ച വെക്കുന്നു, അത് ഇത് പെട്ടെന്ന് കാര്യങ്ങൾ. ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൽ നമുക്ക് എന്തായി ഈ പ്രാവശ്യം എല്ലാ വീട്ടിലും ഒരൊറ്റ ഇന്നിട്ട് 3 കോള് വന്നിരിക്കും. ശരിക്കും എവിടെ വെച്ചെങ്കിൽ ഈ നമ്മളെ ദ്വാരകാനഗർ രേവ കോളേജ് അവിടെ ഒന്ന് വന്ന് വായിക്കാൻ പറ്റുമോ ഒരു ദിവസം വന്ന് 3 ആൾക്കാരെ വിളിച്ചു. പക്ഷെ നമ്മളെല്ലാരും ഫില്ലല്ല, നമ്മൾ എങ്ങനെ പറയാ. അപ്പൊ പറഞ്ഞു അത് ഇപ്രാവശ്യം നടക്കില്ല. അപ്പൊ അത് ഒരു 50 കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നോക്കുമ്പോൾ സുരേഷിയോട് പറഞ്ഞു ഒറ്റ ആദ്യമൊക്കെ എവിടെ നടത്താന്നുള്ള ഒരു കൺഫ്യൂഷൻ. പിന്നെ എല്ലാം ഫില്ലായി. അപ്പൊ നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റില് നമുക്ക് ഒരു ഭജന വേണമെങ്കിൽ വെക്കാം, കറക്റ്റ് സമയം പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഇതെല്ലാം ഇങ്ങനെ ഇതിൽ കണ്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കണ്ടിട്ടും ഈ സമന്വയുടെ എല്ലാ ഭാഗത്തും ഇതേമാതിരി ആക്ടിവിറ്റീസ് നടക്കുന്നു. എല്ലാ ഭാഗത്തും ആക്ടിവിറ്റീസ് നടക്കുന്നു. അപ്പോൾ പല ആക്ടിവിറ്റീസ് നടക്കും. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച രാമായണ ക്വിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, ഏതെങ്കിലും കുട്ടിയോട് 14 വയസ്സിന് താഴെ കുട്ടിയോട് പോകും, അല്ലെങ്കിൽ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ആരും ചേച്ചി പോയി. വളരെ നല്ല പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു. ചേച്ചി ക്വിസിന് 3000 ഉറുപ്പിക കിട്ടിയെന്ന് പറഞ്ഞു. അത് നമ്മൾ ബാലഭോഗം നടത്തുന്നത്. ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ മീറ്റിംഗ് ഇടുള്ളൂ. എന്ത് തന്നെ സംഭവിച്ചാലും 1 കുട്ടിയായാലും 2 കുട്ടിയായാലും ബാലഭോഗം നടക്കണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കുട്ടികളിലാണ് നമ്മളെല്ലാം ഇത് കഴിഞ്ഞ് കുട്ടികളിലാണ് നമ്മളെ പ്രതീക്ഷ. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോ ഈ പ്രസാദ്ജി പറഞ്ഞ മതം മാറി അങ്ങോട്ട് പോയി, നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ചിട്ട് കാര്യം. അതിന്റെ മുന്നത്തെ കാരണം ഈവൻ ഇൻക്ലൂഡിങ് മീ, ഇപ്പോ ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കില്ല നമ്മുടെ സനാതന ധർമ്മം എന്താണ്, രാമായണം വായിക്കുന്നത് എന്തിനാണ്, ഭാഗവതം, അത് പറഞ്ഞു കൊടുക്കാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ നമുക്കേ അറിയില്ല. ഇപ്പൊ കുട്ടി ചോദിക്കുക ഗണപതിക്ക് 4 കൈ 5 കൈ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പൊ നമ്മൾ വെറുതെ ഇല്ല എന്ന് പറയും. അപ്പൊ നമ്മളെന്നെ പഠിക്കില്ല, നമ്മളെന്നെ ചെയ്യില്ല. അപ്പൊ അത് കാരണമാണ് നിങ്ങൾക്ക് സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരും സംഘടന ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നും നടക്കില്ല. അപ്പൊ സമന്വയം എന്ന് പറയുന്നത് വളരെ ശക്തമായ സംഘടനയാണ്. 33 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്, 34ാമത്തെ വർഷമാണ്. അദ്ദേഹം പറഞ്ഞ പൂജനെ പരമേശ്വരിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ രാഷ്ട്രത്തിന് വേണ്ടി ഊന്നി വെച്ച അദ്ദേഹം പേരെന്നെ കണ്ടിട്ട് സമന്വയിപ്പിക്കുക, എല്ലാവരും സമന്വയിപ്പിക്കുക എന്നുള്ളതിലാണ് അദ്ദേഹം ആ പേരിട്ടത്. അപ്പൊ അതിന്റെ 1500 1600 മെമ്പർമാരുള്ള വളരെ ശക്തമായ സംഘടന. നമ്മൾ ആംബുലൻസ് ആയിക്കോട്ടെ, നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും. അപ്പൊ എല്ലാവരും നമ്മൾ ഒത്തൊരുമയോടുകൂടി കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ഒരു അദ്ദേഹം അവിടെ കൊട്ടുണ്ട്. അപ്പൊ എന്താ പെട്ടെന്ന് നിർത്തുന്നിട്ട് വേണം ഈ കൊട്ടാരക്കാരുടെ ജയപാലി ഒരൊറ്റ കാര്യം ഞാൻ പറയാം. നമ്മള് ഇതിന്റെ ആശയം ഉൾക്കൊണ്ടത് സംഘത്തിന്റെ ആശയം കൊണ്ടത്. നമ്മൾ എത്രയോ സംഘടനകള് ഈ ഇന്ത്യയിലുണ്ടായിട്ട് ഒരു എന്താ പറയാ സ്പ്ലിറ്റ് ആവാത്തൊരു സംഘടന, ഏതെങ്കിലും ഒരു സംഘടന പറയാൻ പറ്റുമോ? സ്പ്ലിറ്റ് ആവാത്ത ഒരു സംഘടന ഇല്ല. സ്പ്ലിറ്റ് ആവാത്ത ഒരേ ഒരു സംഘടന ഇന്ത്യയിലുള്ളത് സംഘടന RSS ആണ്. സ്പ്ലിറ്റ് ആവാത്തൊരു സംഘടന ആർക്കും വേണ്ടി നോക്കാം. 100ാമത്തെ വർഷമായി 1925 തുടങ്ങിയാണ്. 2021 വർഷമായി. അപ്പൊ 100 വർഷത്തില് ഒരു പ്രാവശ്യം പോലും രണ്ടായില്ല എന്ന് പറയുമ്പോ ആ സംഘടനയുടെ ശക്തി, ആ സംഘടനയുടെ ആദർശങ്ങളും ഇത് ഉൾക്കൊണ്ടിട്ടാണ് നമ്മള് സമന്വയ ആരംഭിച്ചത്, അദ്ദേഹം ആരംഭിച്ചത്. അപ്പൊ എല്ലാരും കൂട്ടായ പ്രവർത്തനങ്ങൾ വേണം. കൂടുതൽ പറയില്ല, നമ്മള് എല്ലാരെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.